Habibi, welcome to Wellington. ശരീരം മൊത്തം കളർഫുൾ ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കുകയാണ് അവർ. ഇത് കണ്ടില്ലേ, അടിച്ച് ഫിറ്റായി നല്ല കട്ട വൈബിലാണ് എല്ലാവരും. പഴയ ബോട്ട് ഇതുപോലെ ഒരു കഫേ രൂപത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് രീതിയിൽ ആക്കിയിട്ട് ഹലോ ഫ്രണ്ട്സ്, കിയോറ. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വെല്ലിംഗ്ടൺ സിറ്റിയുടെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടൺ സിറ്റി കുക്ക് കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ മണൽ ബീച്ചുകളുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ, സുന്ദരമായ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ള വളരെ വിൻഡിയായിട്ടുള്ള, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വിൻഡിയായിട്ടുള്ള കാറ്റ് ലഭിക്കുന്ന തലസ്ഥാനമായ നഗരം വെല്ലിംഗ്ടൺ സിറ്റിയുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കവർ ചെയ്യുന്നത്. അതെ, അപ്പോൾ ന്യൂസിലൻഡിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഈ ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള വെല്ലിംഗ്ടൺ സിറ്റിയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാസ്മാൻ കടലിനെയും സൗത്ത് പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കുക്ക് കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു കുഞ്ഞു പട്ടണമാണ് വെല്ലിംഗ്ടൺ സിറ്റി. ഈ പട്ടണത്തിന് ന്യൂസിലൻഡിൻ്റെ തലസ്ഥാന നഗരം, പ്രധാന വാണിജ്യ കേന്ദ്രം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖം, ഇങ്ങനെ പല സവിശേഷതകളുമുണ്ട്. 1865 ന്യൂസിലൻഡിൻ്റെ തലസ്ഥാന നഗരമായി വെല്ലിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനു മുൻപ് വരെ ഓക്ലൻഡ് ആയിരുന്നു ന്യൂസിലൻഡിൻ്റെ തലസ്ഥാനം. അതുമാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാറ്റ് ലഭിക്കുന്ന തലസ്ഥാന നഗരം എന്ന പട്ടവും വെല്ലിംഗ്ടൺ സിറ്റിയുടേതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിൻഡി വെല്ലിംഗ്ടൺ എന്നാണ് അറിയപ്പെടുന്നത്. 2024 കണക്കനുസരിച്ച് എന്നെയും കൂടെ ചേർത്ത് 4 ലക്ഷം പേരാണ് വെല്ലിംഗ്ടണിൽ താമസിക്കുന്നത്. സിറ്റിക്കുള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് പലയിടങ്ങളിലും ഭിത്തിയിലും ചുവരിലുമൊക്കെ വർണ്ണശബളമായ, വളരെ കളർഫുള്ളായിട്ടുള്ള മനോഹരമായ പെയിൻറ്റിങ്ങുകൾ കാണാൻ സാധിക്കും. യൂറോപ്യൻ, മാവോറി, ചൈനീസ്, ഇന്ത്യൻ തുടങ്ങിയ ആളുകളെ കൊണ്ടാണ് ഈ പട്ടണം നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി കൾച്ചറൽ, ഒരു ബഹുസാംസ്കാരിക സംസ്കാരം ഈ പട്ടണത്തിനുണ്ട്. അപ്പോൾ ഈ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ന്യൂസിലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ വെല്ലിംഗ്ടൺ സിറ്റിയുടെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള, ലൈവ്ലി ആയിട്ടുള്ള, വൈബുള്ള സ്ട്രീറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതാണ് ക്യൂബ സ്ട്രീറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ വെല്ലിംഗ്ടണിലെ ക്യൂബ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ്. വളരെ ബിസി ആയിട്ടുള്ള, മോസ്റ്റ് ഹാപ്പനിങ് സ്ട്രീറ്റ് ഇൻ വെല്ലിംഗ്ടൺ എന്ന് തന്നെ പറയാം. അതാണ് ക്യൂബ സ്ട്രീറ്റ്. അപ്പോൾ ക്യൂബ സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സോ വെൽക്കം ടു ക്യൂബ സ്ട്രീറ്റ്. സ്റ്റാർ വാർസിൽ നിന്ന് എന്തോ ഉള്ളൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നത്. അതുപോലെ വേഷം കെട്ടി ഒരാൾ നിൽക്കുന്ന കാണാം. സാംബ എന്ന് പറയുന്ന ബ്രസീലിയൻ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ടുവന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മളീ കാണുന്നത്. ഒരുപാട് ആളുകളും അവരുടെ പുറകെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് പോകുന്നതും കാണാൻ സാധിക്കും.
നമ്മളിപ്പോൾ ഈ കണ്ടതാണ് വെല്ലിംഗ്ടണിലെ ക്യൂബ സ്ട്രീറ്റ്. വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ഈ കണ്ടതുപോലെ വളരെ തിരക്കുമുണ്ട്, നല്ല തിരക്കുണ്ട് ഇന്ന്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മെയിനായിട്ട് ഈ സ്ട്രീറ്റിലായിരിക്കും. സോ ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഈ സ്ട്രീറ്റിലെ കുറച്ച് ഫുഡിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നമ്മൾ ബ്രെഡ് പക്കോറ മേടിച്ചിരിക്കുകയാണ്. വെല്ലിംഗ്ടണിലെ ബ്രെഡ് പക്കോറ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നല്ല തിരക്കാണ് നിങ്ങൾ കാണുന്നത് പോലെ. അതുപോലെ ഞങ്ങൾക്ക് നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ ഞങ്ങൾ മേടിച്ച ബ്രെഡ് പക്കോറയൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ വെല്ലിംഗ്ടൺ സിറ്റിയുടെ മറ്റ് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ സ്ട്രീറ്റിലേക്ക് പിന്നെ മടങ്ങി വരാം. അപ്പോൾ ഓടിപ്പോയി കണ്ടിട്ട് തിരിച്ചു വരാം. വെൽക്കം ടു വെല്ലിംഗ്ടൺ ബൊട്ടാണിക്കൽ ഗാർഡൻ. 25 ഹെക്ടറോളം വ്യാപിച്ചു കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള അതിമനോഹരമായ ഒരു പാർക്കാണിത്. പാർക്കിനുപരി ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണിത്. വെല്ലിംഗ്ടൺ സിറ്റി സെൻറ്ററിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ഗാർഡനിലെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ടു നോക്കാം. ന്യൂസിലൻഡിലെ ഏറ്റവും പഴക്കം ചെന്ന ബൊട്ടാണിക്കൽ ഗാർഡനുകളിലൊന്നായ ഈ സെൻട്രൽ സിറ്റി ഗാർഡൻ 1868 സ്ഥാപിച്ചത്. സിറ്റിയുടെ ഒത്ത നടുക്ക് തന്നെ 61 ഏക്കറിലധികം ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പല ഭാഗത്തു നിന്നാലും കടലിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ വെല്ലിംഗ്ടൺ സിറ്റി കാണുവാനുള്ള വ്യൂ പോയിന്റുകളുണ്ട്. അതുമാത്രമല്ല, ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടെ ഞാൻ പണ്ടൊരിക്കൽ ചെയ്ത വെല്ലിംഗ്ടൺ കേബിൾ കാറിലേക്ക് കയറുവാനുള്ള ഒരു എൻട്രി പോയിന്റും കൂടെ ഉണ്ട്. വെല്ലിംഗ്ടണിൽ വരുന്നവർ ഉറപ്പായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കേബിൾ കാർ. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം, മറക്കാതെ പോയി കാണുക. നിങ്ങൾക്ക് വിശ്വസിക്കാമോ, റൈറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് വെല്ലിംഗ്ടൺ സിറ്റിയാണ് ഇതുപോലൊരു ഇത്രയും ഗ്രീൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ. നമ്മുടെ തിരുവനന്തപുരത്തെ മ്യൂസിയം കോമ്പൗണ്ട് പോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സമയം ചെലവഴിക്കാറുണ്ട്. സിറ്റിയിൽ നിന്നുള്ള തിരക്കൊക്കെ മാറി നമ്മൾ നേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. സിറ്റിയുടെ നടുക്ക് തന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതുപോലൊരു കാട്. ഇത് വളരെ നമുക്കൊരു കാമിങ് ആൻഡ് സൂത്തിങ് ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ട് വെല്ലിംഗ്ടൺ സിറ്റി? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഇനി ക്യൂബ സ്ട്രീറ്റിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ന്യൂസിലൻഡിലെ തന്നെ ഏറ്റവും വലിയ ആർട്ട് ഫെസ്റ്റിവലായ ക്യൂബ ഡൂപ്പ എന്ന ഇവൻ്റ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പതിവിലും കൂടുതൽ ജനങ്ങൾ ഇന്ന് ഈ തെരുവിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റിയിലുള്ള വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുസീൻ സെർവ് ചെയ്യുന്ന പല രാജ്യത്ത് നിന്നുള്ള ഫുഡ് ട്രക്കുകളും നമുക്ക് ഈ തെരുവിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഈ തെരുവിൽ പലയിടങ്ങളിലായി DJ പാർട്ടികളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും നല്ല പാർട്ടി മൂഡിൽ ഫുഡൊക്കെ കഴിച്ച് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇതേ കണ്ടില്ലേ? ഒരു രക്ഷയില്ല, കണ്ടില്ലേ? എല്ലാവരും നല്ല വൈബ് മൂഡിലാണ്.
നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ഡി ജെ ആയിട്ട് ചെയ്യുന്നത് ഒരു കൊച്ചു പയ്യനാണ്. കൂടിപ്പോയ ഒരു 10 വയസ്സ് കാണും. സമ്മതിക്കണം അല്ലേ? അങ്ങനെ ഡി ജെ ഒക്കെ കഴിഞ്ഞ് നമുക്കിനിയും കുറച്ച് ഈ തെരുവിലെ ഫുഡിന്റെ കാഴ്ചകളൊന്ന് കാണാം. പലതരത്തിലുള്ള ഫുഡ് ട്രക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള, അതാണ് ഈ ക്യൂബ സ്ട്രീറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പല രാജ്യത്തു നിന്നുള്ള ഫുഡുകളാണ് നമുക്കിവിടെ ട്രൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഇന്തോനേഷ്യൻ സ്റ്റൈലിലുള്ള ഫുഡ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഗരുഡ ഫുഡ് ട്രക്ക്. അർജന്റീനിയൻ ഫുഡാണ് ഈ സ്റ്റോളിൽ കിട്ടുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് വരുന്നത് ചൈനീസ് ഫുഡാണ്. അതുപോലെ മെക്സിക്കൻ ചൊറോസ്. അതിൻ്റെ അടുത്ത് മൊറോക്കൻ ഫുഡ്, ടേസ്റ്റ് ഓഫ് മൊറോക്കോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ സ്ട്രീറ്റിന്റെ പലയിടത്തും റബ്ബിഷ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിടത്തും ആരും ഒന്നും വേസ്റ്റ് വലിച്ചെറിയുന്നില്ല. ഇതുപോലെ റബ്ബിഷ് ബിന്നുകളൊക്കെ മൂടിയാണ് വെച്ചിരിക്കുന്നത്. എന്നാലും ആരും വേസ്റ്റ് ഒന്നും കളയാതെ അതിന്റെ മേളിൽ തന്നെയാണ് കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ആരും സ്ട്രീറ്റിലൊന്നും വലിച്ചെറിയുന്നില്ല. അപ്പോൾ ഈ കാണുന്നത് പോലെ വളരെ ക്രൗഡഡ് ആണ് ഇന്ന് ക്യൂബ സ്ട്രീറ്റ്. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെ നടന്ന് നമുക്ക് സിറ്റിയുടെ ബാക്കി കാഴ്ചകളിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഒരു രക്ഷയില്ല, എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്. പക്ഷെ അത് കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇത് കണ്ടില്ലേ, എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഫർണിച്ചർ കടയിൽ നിന്ന് ഇവിടെ സ്ട്രീറ്റിൽ വന്നേക്കുന്ന, ക്യൂബ സ്ട്രീറ്റിലേക്ക് വന്നേക്കുന്ന ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് ഫർണിച്ചറൊക്കെ ഇട്ട് കൊടുത്തേക്കാണ്. വളരെ നല്ല കാര്യമല്ലേ? ഈ ഫർണിച്ചർ കടയിൽ നിന്നാണ് ഫർണിച്ചർ പബ്ലിക്കിന് ഇരിക്കാനായിട്ട് എടുത്തിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ആവശ്യം കഴിയുമ്പോൾ അവർ ആ ഫർണിച്ചർ തിരിച്ചെടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. കട അടയ്ക്കാറാകുമ്പോഴത്തേക്ക് ആ ഫർണിച്ചർ എടുത്ത് അകത്ത് തിരിച്ചുകൊണ്ടിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കണ്ടില്ലേ, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ വെല്ലിംഗ്ടണിൽ ഒരു ചൊല്ലുണ്ട്, നത്തിങ് ക്യാൻ ബീറ്റ് വെല്ലിംഗ്ടൺ ഓൺ എ സണ്ണി ഡേ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നിപ്പോ നമുക്ക് വളരെ നല്ല ഒരു കാലാവസ്ഥയാണ്, വളരെ സണ്ണിയാണ്. അപ്പോൾ ഈ സൂര്യൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബീച്ചിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. തിരിച്ച് ബീച്ചിലെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ തിരിച്ച് നമുക്ക് ഈ സ്ട്രീറ്റിലേക്ക് വരാം. അപ്പോൾ വെല്ലിംഗ്ടൺ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഓറിയന്റൽ ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഓറിയന്റൽ ബേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്, നല്ല കാലാവസ്ഥയാണ്, വളരെ സണ്ണി ആയിട്ട്, അധികം കാറ്റൊന്നുമില്ലാത്ത. നിങ്ങൾക്കറിയായിരിക്കും വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കാറ്റ് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്, വളരെ വിൻഡിയാണ്. അപ്പോൾ പൊതുവേ നമ്മൾ സംസാരിക്കുന്നതൊന്നും ഈ ക്യാമറയിൽ റെക്കോർഡാവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ വിൻഡിൻ്റെ നോയ്സ് കൊണ്ട്. അപ്പോൾ മൈക്കില്ലാതെ സംസാരിക്കുമ്പം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. കാറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ എന്തോ ഭാഗ്യത്തിന് അത് ഈ ശക്തമായിട്ടുള്ള കാറ്റില്ല. അപ്പോൾ നമുക്ക് ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് സിറ്റിയുടെ മറ്റു ഭാഗത്തേക്ക് പോകാം. വെല്ലിംഗ്ടണിലെ ഏറ്റവും പ്രശസ്തമായ ഇന്നർ സിറ്റി ബീച്ചാണ് ഓറിയന്റൽ ബേ. വേനൽക്കാലത്ത് ഇവിടുത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ലൊക്കേഷനാണ് ഈ ഓറിയന്റൽ ബീച്ച്. പ്രധാനമായും കടലിൽ നീന്താനും ബീച്ചിൽ വോളിബോൾ കളിക്കാനും കൂട്ടുകാരുമൊത്ത് കടൽ തീരത്ത് സൈക്ലിംഗ് നടത്താനുമൊക്കെയാണ് അവരിവിടെ എത്തുന്നത്.
അതുകൂടാതെ തന്നെ ഈ ഒരു ബീച്ച് സൈഡിൽ ഇവിടുത്തെ ഏറ്റവും സമ്പന്നരും പ്രശസ്തരുമൊക്കെയാണ് താമസിക്കുന്നത്. പ്രശസ്തമായ പല ഹോളിവുഡ് താരങ്ങളും A-ലിസ്റ്റ് സെലിബ്രിറ്റികളുമൊക്കെയാണ് ഈ തെരുവിൽ താമസിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഒരു വീടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഈ കാണുന്ന മണല് ഈ ബീച്ചിന് സ്വന്തമല്ല. സൗത്ത് ഐലൻഡിലെ ഗോൾഡൻ ബേ എന്ന ബീച്ചിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു നാച്ചുറൽ ബീച്ചല്ല, ഇതൊരു ആർട്ടിഫിഷ്യലായി മനുഷ്യനിർമ്മിതമായ ബീച്ചാണ്. ഏകദേശം 22,000 ടൺ മണലാണ് സൗത്ത് ഐലൻഡിലെ ഗോൾഡൻ ബേ ബീച്ചിൽ നിന്ന് ഈ ബീച്ച് നിർമ്മിക്കുവാനായി കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വസിക്കാമോ? അടിപൊളിയല്ലേ? മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീച്ച് സൈഡിൽ പലപ്പോഴും നിരവധി ഡോൾഫിനുകളും അപകടകാരികളായ തിമിംഗലങ്ങളും വന്നു പോകാറുണ്ട്. ചില മാസങ്ങളിൽ പ്രത്യേകിച്ചും തണുപ്പ് കാലത്ത് കുടുംബത്തോടെ ഈ കടലിൽ തിമിംഗലങ്ങൾ ഉലാത്തുന്നത് ഒരു പതിവ് കാഴ്ചയാണ്. ഈ കാണുന്നതാണ് ആ ബോട്ട് കഫേ. ഒരു പഴയ ബോട്ട് ഇതുപോലെ ഒരു കഫേ രൂപത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് രീതിയിൽ ആക്കിയെടുത്തേക്കാണ്. ഇപ്പോൾ ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് നൈറ്റ് ടൈമിൽ മാത്രമാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ നമ്മൾ ആ ബോട്ട് കഫേയിൽ നിന്ന് നേരെ തിരിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത് ഒരു മനോഹരമായ ഒരു പഴയ പള്ളി കാണാം. വെല്ലിംഗ്ടൺ സിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ഈ ബോട്ട് ഷെഡ്സ് എന്ന് പറയുന്നത്. ഇതിന് വളരെ ഒരു ഹിസ്റ്റോറിക് വാല്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഈ ബോട്ട് ഷെഡ്സ്. 1905 ഈ ബോട്ട് ഷെഡുകൾ നിർമ്മിതമായത്. വെല്ലിംഗ്ടൺ ഹാർബർ ബോർഡും പോർട്ട് അതോറിറ്റിയും ഒക്കെ ചേർന്നാണ് ഇങ്ങനൊരു ഹാർബർ ചെറിയ ബോട്ടുകൾ പാർക്ക് ചെയ്യാനായി നിർമ്മിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ലളിതമായ പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ബോട്ട് ഷെഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഓരോ ഷെഡും ചെറിയൊരു വീട് പോലെ നമുക്ക് തോന്നിക്കും. നിലവിൽ ഈ ഷെഡുകൾ മിക്കവാറും പോർട്ട് നിക്കോൾസൺ എന്ന ബോട്ട് ക്ലബിലെ അംഗങ്ങൾ വാടകയ്ക്കെടുത്തിട്ട് അവരുടെ ബോട്ടിൻ്റെ മെയിൻ്റനൻസിനും വർക്ക്ഷോപ്പായും അതുപോലെ ചെറിയ ബോട്ടുകളും ആ ബോട്ടിങ്ങിൻ്റെ ഗിയറും ഒക്കെ സൂക്ഷിക്കാനായി ഉപയോഗിക്കുന്നു. Assemble. വാട്ടർ ഫ്രണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ വളരെ അതിശയകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നിങ്ങളൊരു മാർവൽ ഫാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എന്താണെന്നല്ലേ, അപ്പോൾ നമ്മുടെ തോർ വെല്ലിംഗ്ടണിൽ വിസിറ്റ് ചെയ്തപ്പോൾ ആക്സിഡൻ്റലി പുള്ളിയുടെ ഹാമർ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ദേ എൻ്റെ പുറകിൽ കണ്ടില്ലേ, വളരെ മനോഹരമായ ലോകത്തിലെ ഏറ്റവും വലിയ തോറിൻ്റെ ഹാമറാണ് ഈ കാണുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ട് വെല്ലിംഗ്ടൺ സിറ്റി? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഇനി ക്യൂബ സ്ട്രീറ്റിന്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഇതുകൊള്ളാലോ, ഇവർ ശരീരം മൊത്തം ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഡാൻസ് കളിക്കുകയാണ്. ഇതെന്തോ ഒരു ബോഡി ആർട്ട് പെയിൻറ്റിങ് ഫാഷൻ ഷോ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. കൊള്ളാം അല്ലേ? ഓ, ഇതെന്തോ ഒരു പൂവിൻ്റെ കോസ്റ്റ്യൂമിലാണ് ഈ ആർട്ടിസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇതെന്തോ ഒരു നെഗറ്റീവ് എനർജി, എന്തോ ഒരു നെഗറ്റീവ് പോർട്രയലാണെന്ന് തോന്നുന്നു. വളരെ ഒരു സ്കേറി ലുക്കിൽ.
അപ്പോൾ ആ പേടിപ്പെടുത്തുന്ന തീമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വളരെ ശാന്തമായിട്ടുള്ളൊരു തീമാണ്. എന്തോ കിളികളും പൂക്കളെയൊക്കെയാണെന്ന് തോന്നുന്നു പോർട്രേ ചെയ്യുന്നത്. വെറൈറ്റി അല്ലേ, അടിപൊളി. അപ്പോൾ ഇതൊരു ബോഡി പെയിൻറ്റിങ് കോമ്പറ്റീഷനാണ് ഈ നടക്കുന്നത് ക്യൂബ സ്ട്രീറ്റിൽ. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റും പല തീമിലുള്ള ബോഡി പെയിൻ്റൊക്കെ ചെയ്ത് സ്റ്റേജിൽ ഓരോരുത്തരായിട്ട് വന്ന് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൊള്ളാം അല്ലേ? അത് കണ്ടോ, മറ്റേ പഴയ ഗ്രാമഫോണിലൊക്കെ ഇടുന്ന റെക്കോർഡ് ഡിസ്ക് അല്ലേ അവരുടെ തോളത്തിരിക്കുന്നത്, കണ്ടില്ലേ? എന്തെല്ലാം വെറൈറ്റി കോസ്റ്റ്യൂമല്ലേ. ഇപ്പൊ നമ്മൾ കണ്ടത് ബോഡി ആർട്ടിന്റെ ഒരു ഫാഷൻ ഷോ ആയിരുന്നു. വളരെ മനോഹരമായിരുന്നു. അവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇപ്പം നമ്മളവിടെ സ്റ്റേജിൽ കണ്ടത്. എല്ലാവരും ഡ്രസ്സൊന്നും ഇല്ല, അവരുടെ ബോഡിയിൽ പെയിന്റിങ് ചെയ്ത് ഇതേപോലെ ബോഡി ആർട്ടിന്റെ ഒരു ഫാഷൻ ഷോ ആയിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അപ്പൊ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. Good, thanks. Can I have 2 peachy passion? Absolutely. Do you just want those in the regular cups or the cubicle ones? Just regular. Yeah. Congratulations so far. Been good. It's really Have nice you been here here. for a while? Thank you. Awesome, enjoy. You too. പീച്ചി പാഷൻ മോക്ടെയിൽ ലെമണേഡ് ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുടിക്കാം. എന്നിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഇത്രയും തിരക്കും ബഹളവുമൊക്കെയുള്ള ക്യൂബ സ്ട്രീറ്റിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. നിശബ്ദതയും വായനയും ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒരു ലോകം. വെല്ലിംഗ്ടണിലെ ഏറ്റവും പഴയ ബുക്ക് സ്റ്റോൾ. അപ്പോൾ നമ്മളിപ്പോൾ വെല്ലിംഗ്ടണിലെ മനോഹരമായ ഒരു പഴയ ബുക്ക് ഷോപ്പിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഇവിടെ വളരെ ഹസ്കി ആയിട്ടാണ് മിണ്ടുന്നത്. അപ്പം അതിലും ലൗഡല്ല, അതുകൊണ്ടാണ് ഞാൻ പതുക്കെ മിണ്ടുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബുക്ക് ഷോപ്പ്. വെല്ലിംഗ്ടണിലെ വളരെ പഴയ ഒരു ബുക്ക് ഷോപ്പാണിത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ ചുറ്റും ഇങ്ങനെ മുകളിൽ നല്ല ഹൈറ്റിൽ വരെ ബുക്സ് വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഷോപ്പാണ്. ഒരുപാട് ബുക്ക് കളക്ഷനൊക്കെ ഉണ്ട്. സോ വളരെ മനോഹരമായിട്ടുള്ളൊരു പീസ്ഫുൾ പ്ലേസാണ് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യെസ്, അപ്പോൾ നമ്മൾ ക്യൂബ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വെല്ലിംഗ്ടൺ കോഫിക്ക് വളരെ ഫേമസ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കോഫി ഷോപ്പിൽ പോയി ഒരു നല്ല കോഫിയും കൂടെ കുടിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂബ സ്ട്രീറ്റിലെ ഒരു കോഫി ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കോഫി ഷോപ്പ്. അപ്പോൾ വെല്ലിംഗ്ടൺ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൻ്റെ കോഫി ക്യാപിറ്റലാണ്. അപ്പോൾ ഈ കോഫി ക്യാപിറ്റലിൽ വന്നിട്ട്
നമ്മളൊരു കോഫി കുടിക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കോഫി ഷോപ്പിൽ കയറിയത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് ക്യൂബ സ്ട്രീറ്റിൽ തന്നെ ഏകദേശം ഒരു 50ഓളം കോഫി ഷോപ്പുകളുണ്ട്. ആൻഡ് അതായത് എവറി അതർ ഷോപ്പ് ഈസ് എ കോഫി ഷോപ്പ്, എല്ലായിടവും കോഫി സെർവ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്യൂബ സ്ട്രീറ്റ് വിട്ട് പോകുമ്പോൾ ഒരു കോഫി കുടിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? മോശമല്ലേ? നമുക്കിപ്പോൾ ഒരു കോഫി കുടിച്ച് ക്യൂബ സ്ട്രീറ്റിനോട്ട് ഇവിടെ പറയാം. അപ്പോൾ ഇതുപോലൊരു നല്ല ദിവസം കിട്ടിയാൽ വെല്ലിംഗ്ടണിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു നല്ല ദിവസം നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. വെല്ലിംഗ്ടൺ വെതർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. സോ നമ്മളിന്ന് എന്തൊക്കെ കണ്ടു? നമ്മളിന്ന് ക്യൂബ സ്ട്രീറ്റ് കണ്ടു, നമ്മൾ വാട്ടർ ഫ്രണ്ട് ഓറിയൻ്റൽ ബേ കണ്ടു, അതുപോലെ സിറ്റിയുടെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ ന്യൂസിലൻഡ് വീഡിയോകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.